ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ നമ്മുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. അതിൽ 4, 5, 6 യൂണിറ്റുകളാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അല്ലെ 4th യൂണിറ്റിൽ നമുക്ക് കളിക്കാം ചിരിക്കാം എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. അതിൽ നമുക്കൊരു പാഠമാണ് പഠിക്കാനുള്ളത് കേട്ടോ, കളിമേളം എന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 4ാമത്തെ യൂണിറ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. അതോടൊപ്പം നിങ്ങളുടെ കമൻസ് കൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. 4ാമത്തെ യൂണിറ്റ് കളിക്കാം ചിരിക്കാം. അപ്പോൾ നമ്മുടെ 4ാമത്തെ യൂണിറ്റിൽ നമ്മൾ എല്ലായ്പ്പോഴും ഉള്ള പോലെ തന്നെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു വാതിൽ എന്നുള്ളൊരു സെക്ഷൻ നമുക്കൊരു പാഠം പഠിക്കാനുണ്ടാവും. അതിൽ നമുക്ക് കളിമാറാപ്പ് എന്നാണ് ആ പാഠത്തിൻ്റെ പേര് കേട്ടോ. വാതിൽ എന്നുള്ള സെക്ഷനിൽ പഠിക്കാനുള്ളത്. അതുപോലെ കളിമേളം എന്നുള്ള നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 പാഠങ്ങളാണ്. ഒന്ന് കാട്ടിലെ കായികോത്സവവും രണ്ടാമത് ഒളിമ്പിക്സ് പരിശീലനവുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കളിമാറാപ്പാണ് കേട്ടോ. കളിമാറാപ്പ് 4ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റത്തെ പോർഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് പേജിൽ എന്താണ് കാണുന്നത്? കളിക്കാം ചിരിക്കാം, മഴയത്ത് കളിക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? അതെ, കുട്ടികളെ വലിയവരും എല്ലാവരും എന്താ ചെയ്യുന്നത്? മഴയത്ത് തുള്ളിച്ചാടി കളിക്കുകയാണ് അല്ലേ. ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒരു ചിത്രം കാണുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ഓർമ്മ വരിക അല്ലേ. മഴയത്ത് കളിക്കുന്നതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാതിൽ എന്നുള്ള സെക്ഷനിലുള്ള കളിമാറാപ്പ് എന്നുള്ള കവിത. ചെറിയൊരു കവിതയാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? പല തരത്തിലുള്ള കളികളാണ് അല്ലേ. പല തരത്തിലുള്ള കളികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളതും. അപ്പം ആദ്യം ഒരു തവണ വായിക്കാം, എന്നിട്ട് നമുക്ക് പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം കേട്ടോ. തകതേ തക തകതേ തക തകതേ തക തേയ്താരം തകതേ തക തകതേ തക തേയ്താരം. എവിടെ നിന്നു വരുന്നു നീ നാടോടി, നിന്റെ മാറാപ്പിൽ എന്തൊക്കെ? തേയ്താരം. മലനാടും താണ്ടി വന്നു കൂട്ടരെ ഞാൻ, എൻ്റെ മാറാപ്പിൽ കളികളാണ് തേയ്താരം. അപ്പൊ എന്താണ് നാടോടിന്റെ മാറാപ്പിലുള്ളത്? അതെ, പലതരത്തിലുള്ള കളികൾ അല്ലെ. എന്തൊക്കെ കളികളാണ് അടുത്ത വരികളിൽ പറയുന്നുണ്ട്. തലപ്പന്ത്, കുഴിപ്പന്ത്, ഇട്ടൂലി, പാത്തൂലി, അമ്മാനക്കളികളുണ്ട് തേയ്താരം. അടുത്തതും കളികളുടെ പേരാണ്. ഉപ്പുക്കളി, തൊട്ടുകളി, കോലിക്കളി, ഏറുപന്ത്, കണ്ണുകെട്ടി കളികളുണ്ട് തേയ്താരം. തകതേ 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 തക തകതേ തക തേയ്താരം തകതേ തക തകതേ തക തേയ്താരം. അപ്പൊ നമ്മുടെ പലതരത്തിലുള്ള കളികളെ കുറിച്ചാണ് അല്ലെ ഈ കവിതയിൽ പറയുന്നത്. അപ്പം എന്താണ് ഇവിടെ ഫസ്റ്റ് ചോദ്യം തന്നെ കവിത താളമിട്ട് ചൊല്ലി അവതരിപ്പിക്കുക. നമുക്ക് എപ്പോഴും കവിത പാഠമായിട്ട് വരികയാണെങ്കിൽ നമുക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും അല്ലെ. താളിട്ട് ചൊല്ലി പ്രസന്റ് ചെയ്യാനാണ് പറയുക ക്ലാസ്സിൽ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു ഈണമൊക്കെ ഇട്ട് കൊടുത്തിട്ട് കവിത പ്രസന്റ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കളിക്കാൻ കൊതിക്കാത്തവരില്ല, കളി എല്ലാവർക്കും ഇഷ്ടമുള്ളതാകാൻ കാരണം എന്ത്? അപ്പോൾ എല്ലാവർക്കും കളി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലെ. ആർക്കെങ്കിലും കളിക്കാൻ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല അല്ലെ. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള കളികൾ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് കളികൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതാകാൻ കാരണം എന്താണ്? അതിനുള്ള ഉത്തരവാണ് കളി എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ആകാൻ കാരണം അത് സന്തോഷവും ഉന്മേഷവും നൽകുന്നു, ശാരീരികവും മാനസികവുമായ വികസനം സാധ്യമാക്കുന്നു, സൗഹൃദങ്ങൾ വളർത്തുന്നു. ഒപ്പം ഇവിടെ 2 തവണ ഒപ്പം എഴുതിയിട്ടുണ്ട്, ഒരു ഒപ്പം മതി കേട്ടോ. ഇവിടെ നമ്മൾ 2 തവണ അറിയാതെ വന്നതാണ് ഒപ്പം എന്നുള്ളത്. ഒപ്പം വിനോദവും, ഇത് കേട്ടാ നമുക്ക് ഒപ്പം വിനോദവും നൽകുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് കളി എല്ലാവർക്കും ഇഷ്ടമുള്ളതാകാൻ കാരണം. അടുത്ത ചോദ്യം, പുതിയ കളികളുടെ പേരുകൾ ചേർത്ത് ഈ കവിതയുടെ താളത്തിൽ വരികൾ എഴുതൂ. അതായത് നമുക്ക് ഈ വായ്ത്താരികൾ, അപ്പൊ നമുക്ക് എന്താ വായ്ത്താരി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ഈ വായ്ത്താരികൾ അതുപോലെ തന്നെ എഴുതുക, വരികൾ മാറ്റുക. അതായത് വേറെ പുതിയ കളികളുടെ പേരുകൾ കൂടെ ചേർത്തിട്ട് കേട്ടോ നമ്മൾ എഴുതിയിരിക്കുന്നത് വായിക്കാം. തകതേ തക തകതേ തക തകതേ തക തേയ്താരം തകതേ തക തകതേ തക തേയ്താരം. പുതുലോകം താണ്ടി വന്നു കൂട്ടരെ ഞാൻ, എൻ്റെ മാറാപ്പിൽ കളികളാണ് തേയ്താരം. ക്രിക്കറ്റും ഫുട്ബോളും ബാഡ്മിന്റൺ വോളിബോൾ വീഡിയോ കളികളുണ്ട് തേയ്താരം. കമ്പ്യൂട്ടർ കളികളും മൊബൈലിൽ പബ്ജിയും ഫ്രീ ഫയർ കളികളുണ്ട് തേയ്താരം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ കളികൾ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതാം കേട്ടോ, വരിയായിട്ട് എഴുതാം. അപ്പോൾ ആകെ വളരെ 2-3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ അല്ലേ. വളരെ ചെറിയൊരു ക്ലാസ് ആണ് ഇന്ന്. കാരണം നമ്മളൊരു വാതിൽ എന്ന സെക്ഷനിലെ പാഠമാണല്ലോ. അപ്പോൾ ഇനി അടുത്തടുത്ത ചാപ്റ്റേഴ്സുകൾ, അടുത്തടുത്ത പാഠങ്ങൾ നമ്മൾ അടുത്തടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത് കൂടി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്